ഹലോ, പൊതുവെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലേ വൺ പോട്ട് റെസിപ്പീസ്. അങ്ങനെ ഒരു വൺ പോട്ട് ചില്ലി ചിക്കൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യൂവേഴ്സിൻ്റെ ഭാഗത്ത് നല്ല റെസ്പോൺസ് ഉള്ള ഒരു റെസിപ്പി ആയിരുന്നു അത്. അതേപോലെ ഒരു വൺ പോട്ട് ബീഫ് മാക്രോണി ആയാലോ, ഇത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വൺ പോട്ടിൽ ബീഫ് മാക്രോണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ട് എടുക്കാം. ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഓയിലോ ബട്ടറോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം അതിലോട്ട് ഒരു 7-8 ചോപ്ഡ് ഗാർലിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു ഓണിയന് ചെറിയ പീസാക്കി കട്ട് ചെയ്തത്, ഒരു ക്യാരറ്റ് അത്യാവശ്യം തിക്നെസ്സിലാട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്, അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ബീഫിന്റെ മിൻസ്ഡ് മീറ്റ് ആഡ് ചെയ്യാം. ഞാനിവിടെ 400 gram ഓഫ് മിൻസ്ഡ് മീറ്റ് എടുത്തിട്ടുണ്ട്. മിൻസ്ഡ് മീറ്റ് ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം കുറച്ച് മസാല പൗഡേഴ്സ് ആഡ്. ഗരം മസാല പൗഡർ, ക്യുമിൻ സീഡ് പൗഡർ, ഒറിഗാനോ, കൊറിയാൻഡർ പൗഡർ, ടർമറിക് പൗഡർ, പെപ്പർ പൗഡർ, റെഡ് ചില്ലി പൗഡർ, റെഡ് ചില്ലി ഫ്ലേക്സും സോൾട്ടും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ ജ്യൂസും 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി. അതിനുശേഷം നമുക്ക് മാക്രോണി ഇട്ട് കൊടുക്കാം. മാക്രോണി ഞാനിവിടെ ഏകദേശം 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് മാക്രോണിക്ക് 2 കപ്പാണ് കേട്ടോ വെള്ളം നമ്മൾ ആഡ് ചെയ്യേണ്ടത്. വൺ പോട്ട് ആകുമ്പോൾ ഡബിളാണ് എടുക്കേണ്ടത് വാട്ടർ. അതായത് 1:2 റേഷ്യോയിലാണ് മാക്രോണിയും വാട്ടറും വരേണ്ടത്. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം കുക്ക് ചെയ്താൽ സംഭവം സെറ്റായി. വേണമെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഗരം മസാല പൗഡറും കൂടി ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യാം. ട്രൈ ചെയ്തൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഫോളോ ചെയ്യാൻ മറക്കരുത്. ബൈ.